നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ സംഘർഷം തീർന്നു എന്നുള്ള ആശ്വാസത്തിലാണ് ലോകരാജ്യങ്ങൾ മുഴുവനും. ഇസ്രായേലും ഇറാനും കഴിഞ്ഞ രാത്രി മിസൈലുകൾ പരസ്പരം വർഷിച്ചിട്ടില്ല. അമേരിക്ക എല്ലാം തന്നെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രശ്നം തീരുന്നുവെന്നാണ് ഇതെല്ലാം തന്നെ നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത്. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും തന്ത്രപ്രധാന ഹോർമുസ് കടലിടുക്കിൽ തടസ്സം നേരിടുകയും ചെയ്താൽ ലോകത്തെ ഇന്ധന വിതരണം ആകെ ആശങ്കയിലാകുമെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. ഇറാൻ യുദ്ധം മൂർച്ഛിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ അത്തരത്തിലൊരു ഭീഷണി ഉയർത്തുമോ എന്നുള്ളതായിരുന്നു ഏവർക്കും ഭയം. അങ്ങനെയാണെങ്കിൽ അത് ഇറാൻ ആക്രമിക്കാൻ പോകുന്ന ശത്രു രാജ്യങ്ങളെ മാത്രമല്ല ലോകരാജ്യങ്ങളെ മുഴുവൻ അത് ബാധിക്കുമായിരുന്നു. എന്തിന്, ഇന്ത്യ അടക്കം അത് ബാധിക്കുമായിരുന്നു. ഇതും യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ഇത് തകിടം മറിക്കുമായിരുന്നു. അങ്ങനെയാണ് അമേരിക്ക വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് എന്നാണ് സൂചന. അതുകൊണ്ടാണ് അമേരിക്കയുടെ സൈനിക ബേസുകളെല്ലാം തന്നെ ആക്രമണം നടത്തിയപ്പോൾ തൊട്ടു പിന്നാലെ തന്നെ യുദ്ധം അവസാനിച്ചു, വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വേഗത്തിൽ തീരുമാനം അറിയിച്ചത്. ഇനി അടുത്തൊരു നീക്കം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകാതിരിക്കാനുള്ള എല്ലാ സാധ്യതയും അമേരിക്ക അവിടെ തടയുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അതിനിടെ എന്ത് പ്രശ്നമുണ്ടായാലും ഇന്ത്യ സേഫ് ആണെന്നാണ് സൂചന. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് പുറമെ റഷ്യ, പടിഞ്ഞാറൻ ആഫ്രിക്ക, US, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും എണ്ണ കൂടുതലായി വാങ്ങാനാണ് ഇന്ത്യയുടെ ആലോചന. പേർഷ്യൻ കടലിടുക്ക് ഒഴിവാക്കിയുള്ള വ്യാപാര പാതയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഇന്ത്യയെ കാര്യമായി ബാധിക്കില്ലെന്നാണ് കേന്ദ്രം നൽകുന്ന സൂചന. ഒരു രാജ്യത്തിൽ നിന്ന് മാത്രം വാങ്ങാതെ വിവിധ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യൻ തന്ത്രമാണ് ഇതിന് കാരണം എല്ലാ രാജ്യങ്ങളുമായി ഇന്ത്യ നല്ല സൗഹൃദമാണ് പുലർത്തുന്നത്. നിലവിൽ ഇന്ത്യയിലേക്കുള്ള പെട്രോളിയം ടാങ്കറുകളുടെ ഭൂരിഭാഗവും ഹോർമുസ് കടലിടുക്ക് വഴിയല്ല രാജ്യത്തേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഹോർമുസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ അത് ബാധിക്കില്ല എന്ന നിഗമനത്തിലേക്ക് എത്തുന്നതിന് പിന്നിലുള്ള കാരണം. ഇതിനു പുറമെ അടിയന്തര ആവശ്യത്തിനായി നമ്മുടെ രാജ്യത്തിന്റെ 3 ഇടങ്ങളിൽ ഇന്ത്യ തന്ത്രപരമായ എണ്ണ ശേഖരവും ഒരുക്കി വെച്ചിട്ടുണ്ട്. 70 മുതൽ 74 ദിവസം വരെ രാജ്യത്തിന് ആവശ്യമായ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എല്ലാ സമയത്തും ഇന്ത്യയിലുണ്ട്. ഇതിനു പുറമെയാണ് 10 ദിവസത്തോളം ഉപയോഗിക്കാൻ പാകത്തിൽ കരുതൽ ശേഖരവും സജ്ജമാണ് എന്നുള്ളത്. പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിലെ ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്സ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ നിയന്ത്രണത്തിലാണ് ഈ കേന്ദ്രങ്ങൾ നമ്മുടെ രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം, കർണാടകയിലെ മംഗളൂരു, പദൂർ എന്നീ സ്ഥലങ്ങളിലായി ഭൂമിക്കടിയിൽ ഏകദേശം 5.33 മില്യൺ മെട്രിക് ടൺ ക്രൂഡ് ഓയിൽ ശേഖരമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. ഭൗമോപരിതലത്തിൽ നിന്ന് 90 മീറ്റർ താഴ്ചയിൽ കിലോമീറ്ററുകളോളം നീളത്തിലുള്ള കരിങ്കൽ അറകളിലാണ് എണ്ണ സൂക്ഷിക്കുന്നത്. ഏകദേശം ഒരു 30 നില കെട്ടിടത്തിന്റെ ആഴത്തിലാണ് ഈ അറകൾ ഉള്ളത്. രാജ്യത്തിന് ആവശ്യമായി വരുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ 80% വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയിലൂടെയാണ് ഇന്ത്യ കണ്ടെത്തുന്നത്. പ്രതിദിനം 5 ബില്യൺ ബാരൽ എണ്ണയാണ് ഇന്ത്യക്ക് ആവശ്യമായി വരുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ചില രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണ് ഇന്ത്യ എണ്ണ വാങ്ങിയിരുന്നത്. ഇന്ന് 40-ലധികം രാജ്യങ്ങളിൽ നിന്നും വാങ്ങുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിലെ കണക്ക് പരിശോധിച്ചാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണെന്ന് വ്യക്തം. ആകെ ഇറക്കുമതി ചെയ്തതിന്റെ 39%. യുക്രൈൻ യുദ്ധത്തോടെ പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയത് റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ വിലയിടിച്ചിരുന്നു. ഇത് ഇന്ത്യ അവസരമാക്കി മാറ്റി. ജൂണിലും റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ സജീവമാണ്. ഇറാഖ്, സൗദി അറേബ്യ, UAE, USA, നൈജീരിയ, അങ്കോള, കുവൈറ്റ്, വെനസ്വല തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട്. ഖത്തറിലെ അമേരിക്കൻ സൈനിക ബേസുകളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയിട്ടും എണ്ണവില കുതിച്ചില്ലെന്ന് മാത്രമല്ല വലിയ തോതിൽ ഇടിയുകയും ചെയ്തു. ഖത്തറിലെ ഇറാൻ ആക്രമണത്തോട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം തന്നെയാണ് എണ്ണവില കുതിച്ചുയരാതിരിക്കാൻ പ്രധാന കാരണം. ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളം ആക്രമിച്ചതിന് പ്രതികാര നടപടി ഉണ്ടാകില്ലെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇറാൻ അവരുടെ എല്ലാ അമർഷവും തീർത്തു കാണുമെന്നും ഇനി വിദ്വേഷം ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ട്രംപ് സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. US-നെതിരെ പ്രതികാരം ചെയ്യാൻ തിരിച്ചടിച്ചുവെന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് ഇറാൻ ഖത്തറിലെ ക്യാമ്പ് ആക്രമിച്ചതെന്നാണ് വിലയിരുത്തൽ. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ സമാധാനത്തിനായി സന്ധി ചെയ്യാൻ തങ്ങൾ തയ്യാറാണെന്ന ഇറാൻ വിദേശകാര്യ മന്ത്രിയുടെ പ്രതികരണവും സമാധാനം പുലരുമെന്ന സൂചനയായിട്ടാണ് കരുതുന്നത്. രാജ്യാന്തര എണ്ണ വിതരണത്തിന്റെ 20% നടക്കുന്ന ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇറാൻ പാർലമെന്റും അതിന് പിന്തുണ നൽകിയിരുന്നു.
എന്നാൽ ഹോർമുസ് പാതയിൽ തടസ്സം സൃഷ്ടിക്കാൻ ഇറാൻ ശ്രമിച്ചിട്ടില്ല. ഇത്തരത്തിൽ നീക്കം നടത്തരുതെന്ന് സൗഹൃദ രാഷ്ട്രമായ ചൈനയുടെ മുന്നറിയിപ്പും ഇറാനെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ചൈനയിലേക്കുള്ള എണ്ണ വിതരണത്തിൽ തടസ്സമുണ്ടാകാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല. റഷ്യയും ചൈനയും അടക്കം ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമാണ് ഇറാന് പ്രസ്താവനകളിലൂടെയെങ്കിലും പിന്തുണ നൽകുന്നുള്ളൂ. ഇറാനിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങണമെന്ന് ചൈനയോട് ആവശ്യപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ വെടിനിർത്തൽ കൊണ്ടുവന്നതിന് പിന്നാലെയാണ് ട്രംപിന്റെ അസാധാരണ നീക്കം. ചൈനയ്ക്ക് ഇറാനിൽ നിന്ന് ഇനി ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടരാമെന്നും അവർ US നിന്ന് വാങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് ട്രംപ് തന്റെ ട്രൂത്ത് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അത് സാധ്യമാക്കിയത് തനിക്കൊരു ബഹുമതി കൂടിയാണെന്നും ട്രംപ് പറഞ്ഞു വെച്ചു. ഇറാനെതിരെ പരമാവധി സമ്മർദ്ദം ചെലുത്തി സാമ്പത്തിക ഉപരോധത്തിലൂടെയും മറ്റും ആണവ പദ്ധതികളിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിക്കുക എന്നതായിരുന്നു ട്രംപ് നേരത്തെ സ്വീകരിച്ചിരുന്ന നിലപാട്. ഇതിൽ നിന്നാണ് ഒറ്റയടിക്ക് തിരിഞ്ഞു നടന്നിരിക്കുന്നത്. ട്രംപിന്റെ പുതിയ നീക്കത്തിൽ അന്താരാഷ്ട്ര രംഗത്ത് തന്നെ അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ അസംസ്കൃത എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ചൈന. US ഉപരോധത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ ഇറാന് പിടിവള്ളിയായത് ചൈന ക്രൂഡ് ഓയിൽ വാങ്ങിയിരുന്നത് കൊണ്ടാണ്. ഇറാനിൽ ഉൽപ്പാദിപ്പിക്കുന്ന അസംസ്കൃത എണ്ണയുടെ 90% വാങ്ങുന്നതും ചൈനയാണ്. ഇതിനിടെയാണ് പ്രോത്സാഹനവുമായി ട്രംപ് രംഗത്ത് വന്നത്. ഇറാനിൽ നിന്ന് കഴിഞ്ഞ ഏപ്രിലിൽ 90% ക്രൂഡ് ഓയിലും വാങ്ങിയത് ചൈനയാണ്. ഇതിന് പിന്നാലെ കഴിഞ്ഞ മാസം ചൈനയിലേക്കുള്ള ഇറാന്റെ എണ്ണ വ്യാപാരത്തിനെതിരെ US ഉപരോധം കൊണ്ടുവന്നിരുന്നു. US ഓയിൽ കമ്പനികൾക്ക് ചൈനയിൽ നിന്ന് ഓർഡറുകൾ നേടിയെടുക്കാനുള്ള തന്ത്രമാണോ ട്രംപ് പയറ്റുന്നതെന്നാണ് ലോകം സംശയിക്കുന്നത്. ഇറാനെയും ചൈനയും ഒരുപോലെ ഉപയോഗപ്പെടുത്തുന്നത് റഷ്യയെ ഉദ്ദേശിച്ചാണെന്നാണ് വിലയിരുത്തൽ. ഇറാനിൽ നിന്ന് കൂടുതൽ ക്രൂഡ് ഓയിൽ ചൈന വാങ്ങിയാൽ റഷ്യയിൽ നിന്നുള്ള അവരുടെ ഇറക്കുമതി കുറയും. നിലവിൽ ഇന്ത്യയും ചൈനയുമാണ് റഷ്യയിൽ നിന്ന് കൂടുതൽ അസംസ്കൃത എണ്ണ വാങ്ങുന്നത്. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് അസംസ്കൃത എണ്ണ വിൽപ്പനയിലുള്ള വരുമാനം നിർണായകമാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തലെ സ്വാഗതം ചെയ്ത് ഇന്ത്യ അതിനിടെ ഒരു പ്രസ്താവനയും ഇറക്കിയിട്ടുണ്ട്. ശരിയായ ദിശയിലേക്കുള്ള ചുവടുവയ്പാണിതെന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. വെടിനിർത്തൽ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നതിൽ അമേരിക്കയും ഖത്തറും നടത്തിയ നയതന്ത്ര ശ്രമങ്ങളെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പ്രശംസിച്ചു. അതേസമയം പശ്ചിമേഷ്യയിലെ സുസ്ഥിര സുരക്ഷയെയും സ്ഥിരതയെയും കുറിച്ചുള്ള ആശങ്കകൾ ഇന്ത്യ ആവർത്തിച്ചു. മൊത്തത്തിലുള്ള പ്രാദേശിക സുരക്ഷയുടെയും സമാധാനത്തിന്റെയും കാര്യത്തിൽ ഞങ്ങൾ വളരെയധികം ആശങ്കാകുലരാണെങ്കിലും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തലും അത് കൊണ്ടുവരുന്നതിൽ USഉം ഖത്തറും വഹിച്ച പങ്കിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ US നടപടിയും തുടർന്ന് ഖത്തറിലെ US സൈനിക താവളങ്ങൾക്കെതിരായ ഇറാന്റെ പ്രതികാര നടപടിയും ഉൾപ്പെടെ ഇറാൻ ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നതായി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറഞ്ഞു. മേഖലയിൽ ഒന്നിലധികം സംഘർഷങ്ങൾ പരിഹരിക്കുന്നത് സംഭാഷണത്തിനും നയതന്ത്രത്തിനും പകരം വെക്കാൻ മറ്റൊരു മാർഗവുമില്ലെന്ന് ഞങ്ങൾ ആവർത്തിക്കുന്നു. ഈ ശ്രമങ്ങളിൽ പങ്കുവഹിക്കാൻ ഇന്ത്യ തയ്യാറാണ്. ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും സുസ്ഥിരമായ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത്. ഇറാനുമായി ഇസ്രായേലുമായി അടുത്ത ബന്ധമുള്ള ഇന്ത്യ ജൂൺ 13 സംഘർഷം ആരംഭിച്ചതു മുതൽ ഇരു രാജ്യങ്ങളും സംഭാഷണത്തിലേക്കും നയതന്ത്രത്തിലേക്കും മടങ്ങണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. പശ്ചിമേഷ്യ എണ്ണയുടെയും വാതകത്തിന്റെയും ഒരു പ്രധാന സ്രോതസ്സും 90 ദശലക്ഷത്തിലധികം ഇന്ത്യൻ പ്രവാസികളുടെ വാസസ്ഥലവുമായതിനാൽ മേഖലയിൽ തുടരുന്ന അശാന്തി ഇന്ത്യ ആശങ്കയോടെയാണ് വീക്ഷിച്ചിരുന്നത്. പക്ഷേ പലപ്പോഴും ഇന്ത്യ പറയുന്ന മറുപടിയും വളരെ സൂക്ഷ്മമായി തന്നെയാണ് എപ്പോഴും പ്രസ്താവിക്കാറുള്ളത്.